രതീഷ് സർ, മുഖ്യമന്ത്രി വി ഡി സതീശൻ അവതരിപ്പിച്ച ബഡ്ജറ്റിലെ മദ്യനികുതി ഇളവ് പിൻവലിക്കണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് വി എം സുധീരൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. നിലവിലെ ഈ മദ്യനികുതി യു ടേൺ അടിച്ചിരിക്കുകയാണ് സതീശൻ സാർ. അല്ല, മദ്യനികുതിയിലും യു ടേൺ അടിക്കേണ്ടി വരും തൽക്കാലം വരെ വഴിയിൽ. കാരണം അത് യു ടേൺ അടിച്ചു എന്നുള്ളത് ഏതാണ്ട് സൂചിപ്പിക്കുന്നത് കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ തന്നെ വി ഡി സതീശൻ തന്നെ പറഞ്ഞു. അതായത് ഞാനിപ്പോൾ ടാക്സ് തീരുമാനിച്ച് വെച്ചിട്ടുണ്ട്, പക്ഷേ യു ഡി എഫും കോൺഗ്രസും ഒക്കെ സമ്മതിച്ചാൽ മാത്രമേ നമ്മൾ മുന്നോട്ട് പോവുള്ളൂ. ഇനി അവർ പറയുന്നത് ഇത് വീര്യം കുറഞ്ഞ മദ്യം അത് വിൽക്കണ്ട എന്നാണെന്നുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ വിൽക്കണ്ട എന്നുള്ളത് തീരുമാനിക്കും എന്നുള്ളത് പുള്ളി പറഞ്ഞു. എന്ന് പറഞ്ഞാൽ പുള്ളി സറണ്ടർ ചെയ്തിരിക്കുന്നു, വേറെ വഴിയൊന്നുമില്ല. പിന്നെ ഇതൊന്നും നടപടിക്കാൻ പറ്റുന്ന കേസല്ല. പിന്നെ ആകെയുള്ള ഒരൊറ്റ കാര്യമുള്ളൂ, വി ഡി സതീശന് ചില ആളുകളെ ബോധ്യപ്പെടുത്തണം. അതെന്താ വെച്ചാൽ ഞാൻ മാക്സിമം ശ്രമിച്ചു, പക്ഷെ നടക്കാതെ പോയതാണെന്ന് ബോധ്യപ്പെടുത്തണം. അത്രേ ഉള്ളൂ കാര്യം. പിന്നെ ഇതിൽ അടുത്തൊരു പ്രശ്നവും കൂടി ഉണ്ട് അറിയേണ്ടത്. ഇത് ഇപ്പോൾ ജൂലൈ 1-ാം തീയതി ഇത് ഫിനാൻസ് ബില്ലായി പുറത്തേക്ക് വന്നാൽ അത് മിക്കവാറും സതീശൻ പുറത്തേക്ക് അങ്ങനെ വരുത്തും. അങ്ങനെ ഫിനാൻസ് ബില്ലായി പുറത്തേക്ക് വന്നാലുള്ള കാര്യം എന്താണെന്ന് വെച്ചാൽ പിന്നെ അത് ഗവൺമെൻറ് തീരുമാനം എടുത്തു കഴിഞ്ഞു. അപ്പോൾ തീരുമാനം എടുത്തു കഴിഞ്ഞിട്ട് പിന്നെ അത് അനുവദിച്ചില്ലെങ്കിൽ നേരെ ഹൈക്കോടതിയിൽ കേസായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അതെന്ത് ചെയ്യും? അത് അവർക്ക് അനുകൂലമായിട്ട് വിധി ഉണ്ടാവും. ഈ ടാക്സിന് അവർക്ക് ഇവിടെ സാധനം വിൽക്കാൻ പറ്റും. എൻ്റെ അഭിപ്രായം വീര്യം കുറഞ്ഞ മദ്യം ഇവിടെ വിൽക്കണമെന്നുള്ളതാണ്. പക്ഷെ ഒരു പ്രധാനപ്പെട്ട കാര്യം, സതീശൻ കാണിക്കുന്ന നമ്പറും ഗിമ്മിക്കും മറ്റേ വളയമില്ലാതെയുള്ള ചാട്ടവും ഒന്നും അതുവഴി കാണിക്കേണ്ട ആവശ്യം ഇല്ല. കാരണം പുള്ളി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 19-ാം തീയതി അധികാരത്തിൽ വന്നു, 21-ാം തീയതി ഒരൊറ്റ ദിവസം ഒരു രാത്രി കഴിഞ്ഞപ്പോൾ പുള്ളി എന്ത് ചെയ്തു? ഇരുട്ട് വെളുത്തപ്പോഴത്തേക്കും പുള്ളി ഫയൽ വിളിച്ചു വരുത്തി. അതിനുശേഷം പുള്ളി 24 ദിവസം അത് കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങി. അതിനുശേഷം 14-ാം തീയതി പുള്ളി മിന്നൽ വേഗത്തിൽ പിന്നെ ഈ ഫയൽ വിടാൻ തുടങ്ങി. 2.5 മണിക്കൂർ കൊണ്ട് 7 പേര് ആ ഫയൽ കണ്ട് തീർപ്പിലേക്ക് എത്തി. എന്ന് പറഞ്ഞാൽ പുള്ളിയുടെ തീരുമാനം എന്താ വെച്ചാൽ ഈ ഫയൽ പുള്ളിയെ സംബന്ധിച്ച് അത്രയും താല്പര്യമുള്ളൊരു ഫയലാണ്. ആ ഫയൽ ആർക്ക് വേണ്ടിയുള്ള ഫയലാണ്? പാവപ്പിടിച്ച ബെക്കാടിക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഫയലാണ്. എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആകെ ശരിക്കും പറഞ്ഞാൽ ലോകത്തിലേക്ക് വെച്ച് ഏറ്റവും വലിയ മദ്യവ്യവസായികളിൽ സമ്പന്നരായിട്ടുള്ള പാവം പിടിച്ച ആളുകൾ, അവർ കഞ്ഞി കുടിക്കുന്ന കണ്ടിട്ട് അദ്ദേഹത്തിനുള്ള സങ്കടം കൊണ്ടാണ്. ഒരു നാട്ടിലെ സാധാരണക്കാരനെ ബാധിക്കുന്ന ഒരു കാര്യമല്ല. ഇതിനെന്തിനായിരുന്നു നിങ്ങൾക്ക് ഇത്ര തിടുക്കം എന്നുള്ളത് ചോദിച്ചിട്ട് ഇതുവരെ ഒരു മനുഷ്യരിൽ നിന്നും മറുപടി കിട്ടിയിട്ടില്ല. ഇപ്പം യഥാർത്ഥത്തിലൊന്ന് ആലോചിക്കുക. ആദ്യം യു ഡി എഫിൽ തീരുമാനിച്ചു, ആദ്യം കോൺഗ്രസിൽ ചർച്ച ചെയ്ത് പിന്നെ യു ഡി എഫിൽ തീരുമാനിച്ചിട്ട് പിന്നെ അതിനുശേഷം ഇത് കൊണ്ടുവരേണ്ട ആവശ്യമുള്ളൂ. പക്ഷെ പുള്ളിക്ക് അതിനൊന്നും നേരെയില്ല. പുള്ളി ഒറ്റയടിക്ക് എന്ത് ചെയ്ത് കൊണ്ടുവന്നു. ഇതിൽ നിന്ന് പുള്ളി പിന്മാറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ താൽക്കാലികമായിട്ടെങ്കിലും പിന്മാറേണ്ടി വരും എന്നുള്ള കാര്യത്തിൽ ഒരു സംശയം എനിക്കില്ല. അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഈ വി എം സുധീരൻ വന്ന് ഓപ്പോസിറ്റ് നിൽക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ വി എം സുധീരൻ്റെ നേച്ചർ അറിയാവുന്ന, പ്രത്യേകിച്ച് കോൺഗ്രസിന് വോട്ട് ചെയ്യുന്ന അനുഭാവികളായിട്ടുള്ള ലക്ഷക്കണക്കിന് ആളുകൾ വിചാരിക്കാൻ പോകുന്ന ഒരു കാര്യമുണ്ട്. വി എം സുധീരൻ പറയുന്നതാണ് ശരി. കാരണം അയാൾ ഇതുവരെ നിന്നേക്കണ നിലപാടുകൾ അങ്ങനെയാണ്. ഇപ്പം നമുക്ക് വി എസ് അച്യുതാനന്ദൻ എന്നൊരു കാര്യം പറയുമ്പോൾ നമുക്ക് തോന്നും പുള്ളി പറയുന്നതിൽ എന്തെങ്കിലും കാര്യം ഉണ്ടാവും തോന്നില്ല. അതുപോലെ കാര്യമുണ്ട്. ഈ പുള്ളി കള്ളരാണെന്നും തോന്നും. ആര്? നമ്മുടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ ചേട്ടാ ഞങ്ങളൊക്കെ ഉദ്ദേശിച്ച പോലെ പൂക്കിയല്ല, ഇതാകെ തട്ടിപ്പാണല്ലോ എന്നുള്ള തോന്നലും ആളുകൾക്കുണ്ടാവും. പിന്നെ ഇതൊരു കാര്യം. ഇനി ഇതല്ലെങ്കിൽ പോലും രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ആ രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വി ഡി സതീശനൊപ്പം കോൺഗ്രസിനകത്ത് ആളില്ല. ഇപ്പോ ഒരു മനുഷ്യനില്ല. ഇപ്പോഴും അതെ. ആകെ ഉള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ എർത്തുകളായിട്ട് കിടക്കുന്ന കുറച്ച് പേരേ ഉള്ളൂ, അല്ലാതെ നേതാക്കന്മാരാരുമില്ല. അവർ ഭൂരിഭാഗം ആളുകൾ ഇപ്പം ഈ മന്ത്രിസഭയിൽ ലിജു, അതുപോലെ തന്നെ റോജി എം ജോൺ, അതുപോലെ ഒ ജെ ജനീഷ്, ഇനി ഈ മന്ത്രിസഭയിലുള്ള മുഴുവൻ പേരും, ആകെ രമേശ് ചെന്നിത്തലയും കെ മുരളീധരനും ഒഴികെ മുഴുവൻ പേരും, എ പി അനിൽകുമാർ, എല്ലാവരും തന്നെ കെ സി വേണുഗോപാലിനൊപ്പമാണ്. ആകെ ഒപ്പം ഉള്ളത് ഒരേ ഒരാളെ ഉള്ളത് കെ മുരളീധരൻ മാത്രമാണ്. കെ മുരളീധരനെ സംബന്ധിച്ചും ഈ കാര്യത്തിൽ അദ്ദേഹത്തിന് അങ്ങനെ നിലപാടെടുക്കാൻ പറ്റൂല. കാരണം എന്താ? അങ്ങനെ നിലപാടെടുത്താൽ ചിലപ്പോൾ അടുത്തവണ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരണമെന്ന് നിർബന്ധം ഇല്ല. അപ്പം അതുകൊണ്ട് ഇതൊക്കെ ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ വലിയ തലവേദന പുള്ളി ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ പട്ടിയുടെ വായിൽ കൈയിട്ട് കൊടുത്ത് കടിമേടിച്ചേക്കണേണ്. ഇത് കുറച്ചുകൂടി തന്ത്രപരമായി നടപ്പിലാക്കണമായിരുന്നു. പക്ഷേ ഇനിയിപ്പോൾ പുള്ളി പറയാൻ പോണൊരു അഭ്യാസം കൂടി ഉണ്ട്. വേണമെങ്കിൽ അവർക്ക് ഇപ്പോൾ എഴുതി വെച്ചോ. പുള്ളി പറയാൻ പോണത് കോടതി അംഗീകരിച്ചു. ഇനി നമ്മൾ എന്ത് ചെയ്തു കോടതിയിൽ മനഃപൂർവ്വമായി ഈ സംഭവം ഫിനാൻസ് ബില്ലാക്കിയിട്ട് കോടതിയിൽ അവരെ കൊണ്ട് പോയി കഴിഞ്ഞതിന് ശേഷം പുള്ളിയുടെ കയ്യിൽ തന്നെയാണ് നിയമം ഇരിക്കണം. ശ്രദ്ധിക്കണുണ്ടോ നിങ്ങൾ? പുള്ളിയുടെ കയ്യിലുള്ള വകുപ്പുകളിൽ ഒന്ന് തുറമുഖം, ഒന്ന് നിയമം, ഒന്ന് ഇതൊക്കെയാണ്. അത് വെച്ചേക്കണതിന് പിന്നിൽ ചില ഉദ്ദേശങ്ങളുണ്ട്, ധനം, ഇതൊക്കെയാണ് ഇരിക്കുക. അപ്പോൾ പുള്ളി തോറ്റു കൊടുക്കാനും കൂടി തീരുമാനിക്കുമ്പോൾ ഉറപ്പായിട്ട് ഈ ബില്ല് പാസ്സാവും. പിന്നെ 120 പുള്ളി സത്യം പറഞ്ഞ് ഇത് സംഭവിച്ചേക്കണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നണത് വീര്യം കൂടിയ മദ്യമുണ്ട്, അതായത് ഫോറിൻ മെയ്ഡ് ഫോറിൻ ലിക്കർ, അത് 60%. അതടിച്ചിപ്പോൾ ശക്തനായിട്ട് നിൽക്കുന്ന പി എം സുധീരനാണ്.
പുള്ളി വീര്യം കുറഞ്ഞത് അടിച്ചേക്കണം ആര് വരെ വീടി സഹിച്ചു. അതുകൊണ്ട് ഞാൻ പറയട്ടെ എന്നൊക്കെ പറഞ്ഞ് പുള്ളി ഒന്നും പറയുന്നില്ല. പുള്ളിയോട് ഒരു ചോദ്യമുള്ളൂ നമുക്ക്, അതെന്താ വെച്ചാൽ എന്തായിരുന്നു നിങ്ങൾക്ക് ഇത്ര തിടുക്കം? ശരിക്കും പറഞ്ഞില്ലെങ്കിൽ പൊതുജനത്തിനോട് പറഞ്ഞാൽ മതി, ഇതേ നമ്മൾ വൈൻ ഇവിടെ വിൽക്കുന്നുണ്ട്, ബിയർ വിൽക്കുന്നുണ്ട്, പക്ഷേ ഇതിൽ രണ്ടിലുള്ള കാര്യമുണ്ട്, മറ്റേ ആൽക്കഹോളിൻ്റെ കണ്ടന്റ് 6% ഇത് 4.58%, അതുപോലെ 10% ഒക്കെയുള്ള മദ്യവും കൂടി ഇവിടെ എന്ത് ചെയ്യട്ടെ വരട്ടെ, അതിന് കുറച്ച് നികുതി കുറച്ച് കൊടുത്തേക്കാണ്, അതൊരു പുതിയ സെഗ്മെൻ്റാണ്, അത് വരട്ടെ എന്ന് പറയുക. അല്ലാതെ ഇത് അങ്ങ് ജനത്തിനോട് പറഞ്ഞാൽ മതി, ഇത് പറഞ്ഞതിന് കുഴപ്പമൊന്നുമില്ല. പിന്നെ ഇതിൻ്റെ പിന്നിൽ വലിയ ലക്ഷ്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ, അതൊക്കെ വേറെ കാര്യമാണ്. ഇത് കുറേ കൂടി ചെറുപ്പക്കാരായിട്ടുള്ള സാധാരണ ആളുകളിലേക്ക് കൂടി ഇത് പടർത്താനോ അതുപോലെ കൂടുതൽ സ്ത്രീകളിലേക്കൊക്കെ ഇത് പടർത്താനും വേണ്ടിയിട്ടാണ് എന്ത് ചെയ്തേക്കണം. മനസ്സിലായി? സ്ത്രീകളെയും കൂടി ഒന്ന് കുടിപ്പിക്കാൻ തുടങ്ങിയാൽ വലിയൊരു സെഗ്മെന്റ് കൂടി തുറന്നു കിട്ടും. പ്രത്യേകിച്ചും ആണുങ്ങളെക്കാൾ കൂടുതൽ ഇവിടെ നിന്നുണ്ട് സ്ത്രീകൾ. പിന്നെ അകലെ ശ്രദ്ധിച്ചു നോക്കിയാൽ കാണാം, ട്രിവാൻഡ്രത്തും കൊച്ചിയിലും കോഴിക്കോടും ഒക്കെ തന്നെ നമ്മൾ പോയിട്ടുണ്ടെങ്കിൽ ഒരു 3 സ്റ്റാർ 4 സ്റ്റാർ ഹോട്ടൽസിലെല്ലാം ഇപ്പൊ സ്ത്രീകൾ വന്ന് പോകുന്നുണ്ട്, ബാറിലൊക്കെ പോകുന്നുണ്ട്. നമ്മളൊക്കെ എത്ര തവണ കണ്ടിട്ടുണ്ട്. ഇപ്പൊ ശരിക്കും പറഞ്ഞാൽ നേരത്തെ അത് കുറച്ചുകൂടി ഹൈ എൻഡ് 4 സ്റ്റാർ ഹോട്ടലിലായിരുന്നെങ്കിൽ ഇപ്പൊ അത് 2 സ്റ്റാറിലേക്കും 3 സ്റ്റാറിലേക്കും വരെ പോകുന്നുണ്ട്. അപ്പൊ അത്തരത്തിൽ ആളുകൾ പോകാൻ തുടങ്ങിയിട്ടുണ്ട്, ചെറുപ്പക്കാർ കുറച്ചുകൂടി ആഘോഷിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഈ കൾച്ചർ അങ്ങോട്ട് പിടിച്ചിട്ടുണ്ടെങ്കിൽ കമ്പനിക്ക് അറിയാം ഇവിടെ ഏറ്റവും കുറഞ്ഞൊരു 100-300 കോടി രൂപയുടെ സെയില് നടക്കുമെന്ന്. അപ്പൊ അതിന് വേണ്ടി അവർ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഇത് ഉള്ളതുപോലെ പറയണം, അല്ലാതെ മറ്റേ വിശുദ്ധനാണ്, ഇത് അങ്ങനെയല്ല ഇങ്ങനെയല്ല, നിങ്ങൾ മറ്റേ 78% എന്നൊക്കെ പറഞ്ഞ് തള്ളിയിട്ടൊന്നും കാര്യമില്ല. യഥാർത്ഥത്തിൽ ഇപ്പൊ പറ്റിയേക്കണെന്ന് വെച്ചാൽ VM സുധീരൻ വന്ന് വട്ടം നിന്നതോടുകൂടി ഈ പരിപാടി പൊളിഞ്ഞു. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, സതീശനെ മുഖ്യമന്ത്രി ആക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ആരാണെന്ന് അറിയാം? VM സുധീരൻ. കാരണം VM സുധീരനോടാണ് ഏതാണ്ട് 45 മിനിറ്റ് രാഹുൽ ഗാന്ധി സംസാരിച്ചത്. അപ്പൊ 45 മിനിറ്റ് സംസാരിച്ചപ്പോൾ രാഹുൽ ഗാന്ധിയെ പറഞ്ഞ് പുള്ളി കൺവിൻസ് ചെയ്തിട്ടാണ് പുറത്തേക്ക് ഇറങ്ങിയത്. കെ മുരളീധരനൊന്നും അത്ര വലിയ റോളില്ല. കാരണം VM സുധീരനിലും AK ആന്റണിയിലും ഒക്കെ ഹൈക്കമാൻഡിന് ഒരു വിശ്വാസമുണ്ട്. കാരണം അവരെന്താണെങ്കിലും മറ്റേ സ്വന്തം ചില്ലറ മേടിക്കാൻ വേണ്ടി ആയിരിക്കില്ല കാര്യം പറയണമെന്ന് പറയുന്ന ഒരു തോന്നൽ ഉണ്ട്. അത് VM സുധീരനിലൊക്കെ വലിയ വിശ്വാസമുണ്ട്. കാരണം കഴിഞ്ഞ തവണ പോലും പലപ്പോഴും സീറ്റ് കൊടുത്തേക്കണത് VM സുധീരൻ ഇല്ലെന്ന് പറഞ്ഞിട്ട് ഒരു ഹൈക്കമാൻഡ് നിർബന്ധിച്ച് സീറ്റ് കൊടുത്തേക്കണം. അപ്പോൾ അത്തരത്തിലുള്ളൊരു കാര്യമുണ്ട്. അതുകൊണ്ട് VM സുധീരൻ പറയണ വാചകം എന്താണെന്നറിയാമോ? ഈ മുഖ്യമന്ത്രിയെ ഞാൻ കൂടി സൃഷ്ടിച്ചാണ്, അതുകൊണ്ട് ഇദ്ദേഹത്തിൻ്റെ പുറത്ത് കറ ഉരുളാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കണമെന്നാണ് പുള്ളി പറയണത്. പിന്നെ കൂടാതെ കഴിഞ്ഞ ദിവസം VM സുധീരൻ പുറത്തു വന്ന് കൃത്യമായിട്ട് UDFന്റെ മദ്യനയം എന്താണെന്ന്, അതായത് മദ്യം കുറച്ച് കൊണ്ടുവരണമെന്നാണ് പറയുന്നത്. അപ്പോഴാണ് ഇവിടെ എന്ത് ചെയ്യണത്, പുതിയ സെഗ്മെന്റിലേക്ക് ഇത് കൊടുക്കണമെന്ന് പറയുന്നത്. എനിക്ക് VM സുധീരൻ പറഞ്ഞ മദ്യം കുറച്ച് ഇവിടെ കൊണ്ടുവന്ന് ഇവിടെ മറ്റേ ഭയങ്കരമാകും എന്ന് പറയുന്ന അഭിപ്രായമൊന്നും എനിക്ക് യോജിപ്പില്ല. പക്ഷേ അങ്ങനെ പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നിയമസഭയിൽ ഇത്തരം ഒരു പ്രപ്പോസൽ അവതരിപ്പിക്കുന്നതിന് മുൻപ് തന്റെ പാർട്ടി തലത്തിലും ഇതൊക്കെ ഒന്ന് ചർച്ച ചെയ്യണമായിരുന്നു എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. ഇത് അതുപോലും ഇല്ലല്ലോ. ഇതിൻ്റെയൊക്കെ പിന്നിലുള്ള കാര്യം ഞാനിപ്പോൾ വളരെ എക്സ്പ്ലിസിറ്റ് ആയി അങ്ങോട്ട് പറയുന്നില്ല, പക്ഷെ ചെറുതായിട്ടും താങ്കളോട് സൂചിപ്പിച്ചാൽ അപ്പം അങ്ങനെ ഒരു കാര്യം ഇപ്പം ഞാനും അഖിലയും ഇപ്പം ഇവിടേക്ക് 2 ക്യാമറാമാന്മാരും ഇവിടെ എഡിറ്ററും ഒക്കെ ആയിട്ടുള്ള 5 പേര് കൂടി കൂടുകയാണ്. മനസ്സിലായി? അപ്പം ഞാൻ നിങ്ങളോടെല്ലാണ്ട് സംസാരിച്ച് ചോദിച്ചിട്ടൊക്കെ ഒരു കാര്യം നടപ്പാക്കും. എങ്ങനെ? ഞാൻ വളരെ പ്യുവറായിട്ടാണ് ഒരു തീരുമാനം എടുക്കുന്നത്. അതല്ല ഞാൻ അപ്പുറത്തവൻ്റെ ഇന്ന് ചായയും വടയും മേടിച്ച് കഴിച്ചിട്ടാണെങ്കിൽ ഞാൻ പിന്നെ അവന് ഫേവറബിൾ ആയിട്ടുള്ള ഒരു തീരുമാനം എടുക്കാൻ ഞാൻ നിങ്ങളറിയാതെ അവൻ്റെ ഇന്ന് ചായയും വടയും മേടിച്ച് കഴിച്ച് കഴിഞ്ഞാൽ അല്ലെങ്കിൽ പിന്നെ അഭിപ്രായം ചോദിക്കണതിൽ അർത്ഥമില്ല. പിന്നെ ചോദിച്ച് നിങ്ങളെ സമ്മതിപ്പിക്കാനും എന്നെ കൊണ്ട് പറ്റില്ലെന്ന് എനിക്ക് ഉറപ്പാണ്. കാരണം എന്താ, 2 കാര്യങ്ങൾ ചോദിക്കും. ഒന്ന്, നിങ്ങളിൽ പകുതി പേര് മാന്യന്മാരായിരിക്കും, അവർ പറയും ഇത് ശരിയാവില്ലെന്ന് പറയും. ഇനി ബാക്കിയുള്ള 2 പേര് ഭൂരിപക്ഷം കിട്ടണമെങ്കിൽ അവർ ചോദിക്കും, അല്ല തനിക്ക് എന്ത് ഗുണം കിട്ടി, അപ്പം എനിക്ക് വടയും ചായയും കിട്ടി, എന്നാൽ ഞങ്ങൾക്കും വടയും ചായയും തന്നാലേ ഞങ്ങളിത് പറ്റുള്ളൂ എന്ന് പറയാം. അപ്പം പണിവാളി. മറ്റത് എനിക്ക് മാത്രമായിട്ട് വടയും ചായയും മേടിച്ച് ഞാൻ കഴിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം, അവർക്ക് അനുകൂലമായിട്ടുള്ള തീരുമാനം എടുക്കണം. അപ്പം അതുകൊണ്ട് എന്ത് ചെയ്തു, ആരും അറിയാതെ ഒരു മനുഷ്യൻ അറിയാതെ ഈ സംഭവം എടുത്തേക്കണം. സത്യത്തിൽ ഇതിനെ പറ്റിയുള്ള ഏറ്റവും വലിയ തമാശ എന്താ പറയുക, അത് കഴിഞ്ഞ ദിവസം MP രാജേഷ് പറഞ്ഞതാ. പ്രതിപക്ഷം ഇത് വിമർശനമായി ഉന്നയിച്ചതുകൊണ്ടാണ് ഭാഗ്യത്തിന് ഇപ്പൊ UDFൽ ചർച്ച ചെയ്യാൻ പോണത് അവർക്ക് അഭിപ്രായം പറയാൻ പറ്റുന്നത്. അല്ലെങ്കിൽ ഇത് പാസ്സായി പോവും. മനസ്സിലായി? ഇതിപ്പോ വന്നു കഴിഞ്ഞാൽ UDFന് ഒരു റോള്, കാരണം നിയമസഭയിൽ നിന്നുകൊണ്ട് മുഖ്യമന്ത്രി പറയുന്നതിന്റെ മന്ത്രിമാർക്ക് എതിർക്കാൻ പറ്റില്ല, MLA-മാർക്ക് എതിർക്കാൻ പറ്റില്ല. അവരൊക്കെ ശരിക്കും പറഞ്ഞാൽ പലരും കടിച്ചമർത്തിയ ഒരു സഹിക്കേണ്ടി വരും. ഒന്ന് ആലോചിച്ച് നോക്ക്. ഇപ്പൊ സണ്ണി ജോസഫ് മന്ത്രിസഭയിലുണ്ട്, KPC പ്രസിഡന്റ്, പുള്ളിയോട് ആലോചിച്ചിട്ടുണ്ട്. അല്ലെങ്കിൽ ലിജുവിൻ്റെയൊക്കെ മുഖഭാവം കണ്ടിട്ടില്ലേ, പാവം. ലിജു സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനു മുമ്പ് തെരഞ്ഞെടുപ്പിൽ കരഞ്ഞത് നമുക്കറിയാം. ഞാൻ 3-4 തവണയിൽ നിന്ന് തോക്കണത്, ഇത്തവണയെങ്കിലും പ്ലീസ് എന്നെ ദൈവത്തോടെങ്കിലും ജയിപ്പിക്കണമെന്നൊക്കെ പറഞ്ഞു. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചത് ഇതുമായി ബന്ധപ്പെട്ട ഒരു പത്രസമ്മേളനം വിളിക്കുമ്പോൾ ലിജു അതുപോലെ കരയുമെന്ന് ഞാൻ വിചാരിച്ചു. കാരണം ഞാൻ ഒരു വീര്യം കൂടിയ മദ്യമോ വീര്യം കുറഞ്ഞ മദ്യമോ ഒന്നും ഞാൻ കണ്ടിട്ടില്ല.
പുള്ളി ഇപ്പോൾ കഴിഞ്ഞ ദിവസം പുള്ളി പറയണ്ടേ, സങ്കടപ്പെട്ട വലിയ പറഞ്ഞിരുന്നു മറ്റേ ഈ മിലിറ്ററിയുടെ ഒക്കെ ഇതിലൊക്കെ വിൽക്കുന്നുണ്ട്, പക്ഷെ എനിക്കറിയാൻ പാടില്ല, ഞാൻ പോയി കുടിച്ചിട്ടില്ല, ദൈവത്തെ ഓർത്ത് എന്നാ എന്ത് ചെയ്യല് വീട്ടിലേന്ന് പറയാം. കാരണം കായംകുളത്ത് നിന്ന് അടുത്തോടെ ജയിക്കണ്ടേ, ഇതൊക്കെ തലവേദനയാണ്. അപ്പൊ അതുകൊണ്ട് ഈ പുള്ളി എടുക്കുന്ന നിലപാട് എന്താണെന്നുള്ളത് ആർക്കും അത്ഭുതമായിട്ട്. പിന്നെ പുള്ളി തെരഞ്ഞെടുപ്പിന് മുമ്പ് പറഞ്ഞത് ഒന്നും പുള്ളി ആത്മാർത്ഥമായി പറഞ്ഞതല്ല. കാരണം അതാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത റജി ചെറിയാൻ പോലും കിട്ടിയത് അതാണ്. മനസ്സിലായ മൂലം വള്ളംകളി ആലോചിച്ച് നമ്മൾ തീരുമാനിക്കാം, കുഴപ്പമില്ല ഡോൺ പറയുന്നതിന് കോപ്പ് തീരുമാനിക്കും, ഒരു കോപ്പും ഞാൻ ചെയ്യില്ല, മനസ്സിലായ. അപ്പൊ അത് തന്നെ ഇതൊക്കെ അത് തന്നെ ഒന്ന് ആലോചിച്ച് നോക്ക്. പോണ വഴിക്ക് പുള്ളി ഈ കരിമണൽ ഖനനത്തെ കുറിച്ച് തോട്ടപ്പള്ളിയിൽ ഒരു സ്റ്റേജ് കിട്ടിയപ്പോൾ അവിടെ നിന്നും തകർത്ത് ഒരു തരി മണ്ണ് ഇവിടെ നിന്ന് ഖനനം ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ പുള്ളി തന്നെ മറ്റേ ഇതിൽ എഴുതി വെച്ചേക്കണ പ്രൈവറ്റ് മേഖലയെ ഞങ്ങൾ കൊണ്ടുവരുമെന്നാണ്. അപ്പൊ ഇതില് നമ്മൾ ഇത്തരം കാര്യങ്ങൾ അങ്ങനെ മനസ്സിലാക്കിയാൽ എന്തില്ല. ചില ആളുകളെ കുറിച്ച് ഞാൻ പറയാറുണ്ട്, അതായത് നമ്മൾ അവരിൽ പ്രതീക്ഷ അർപ്പിച്ചില്ലെങ്കിൽ പിന്നെ നമുക്ക് സങ്കടമില്ല. മനസ്സിലായി. അവരെ നമ്മളൊരു ചായ പോലും നമ്മളവരോട് ചോദിക്കരുത്. കാരണം വെച്ചാൽ അവർ മര്യാദ ചായ തരുമെന്ന് നമ്മളൊരിക്കലും. ചില ആളുകളുണ്ട് അങ്ങനെ. അപ്പം നമ്മുടെ കൂടുതൽ നടക്കുന്ന ചില ആളുകളുണ്ട്, ഒരു ചായ കുടിക്കാന്ന് പറഞ്ഞാൽ ഒരു ചായ അവർ തരട്ടെ എന്ന് പറഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ഉദ്ദേശം കണ്ടിട്ടായിരിക്കും എന്ത് ചെയ്യണം, അവരെന്തെങ്കിലും ഒരു ഉദ്ദേശം അവർക്കുണ്ടാവും. അപ്പം അതുകൊണ്ട് നമ്മൾ അവരോട് ഇത് ഒരിക്കലും നമ്മൾ ചായ തല്ല, അവരിനി കേക്കും എന്തും മേടിച്ച് ഫ്രീ ആയിട്ട് കൊണ്ടുവന്നാൽ പോലും നമ്മൾ വാങ്ങരുത്. കാരണം അവർക്ക് എന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും. പണ്ട് എൻ്റെ ഒരു ബന്ധു എൻ്റെ വീട്ടിൽ വന്നായിരുന്നു. അപ്പം ഞാനൊക്കെ ഒരു 10-14 വയസ്സുള്ളപ്പോഴാണ് അവർ വന്നായിരുന്നു. അപ്പോൾ 14 വയസ്സുള്ളപ്പോൾ വന്നിട്ട് അവർ ആദ്യമായിട്ട് എനിക്ക് ഷർട്ട് എടുത്തു തന്നെ. ഏത് 10-15 വയസ്സുള്ളപ്പോൾ ആദ്യമായിട്ട് എനിക്ക് ഷർട്ട് എടുത്തു തന്നെ. അടുത്ത ബന്ധുവാണ്. ഞാൻ വിചാരിച്ചു ഇവരെന്തിന് ഷർട്ട് എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ഇവർ വൈകുന്ന ആടോ നോക്കുക, ഇല്ല ഷർട്ട് ഞാൻ വെച്ചിട്ടു, അങ്ങനെയല്ല എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്നൊക്കെ പറഞ്ഞു. ഒരു ഇൻസ്റ്റാൾമെൻറ്റുകാരൻ്റെ നിന്ന് എടുത്തിട്ടുള്ള ഷർട്ട്. ഞാനൊന്നും അത്ര ഷർട്ടുകളൊന്നും ഇടാറില്ല. അപ്പോൾ മറ്റേ ഒരു തുണിയാണ് ഷർട്ടില്ല, അത് തന്നെ നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പോൾ വെച്ചിട്ട് പോകുന്നതൊക്കെ പറഞ്ഞു. പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി എന്താ സംഭവിച്ചതെന്നുള്ളത്. ആ ഷർട്ടിൻ്റെ പുറത്താണ് എൻ്റെ ഫാദറിൻ്റെ സ്ഥലം എന്ത് ചെയ്ത് പോയത്. അപ്പൊ അതൊക്കെ അങ്ങനെ ഞാൻ പറഞ്ഞ പല തത്രങ്ങളും തരികിടകളും ഒക്കെ എന്ത് ചെയ്യും അതാണ്. ഞാനിപ്പോൾ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് പോകുന്നില്ല. അതൊക്കെ പറഞ്ഞാൽ വെറുതെ കുടുംബത്തിൽ എന്ത് ചെയ്യും, ഫാമിലി പ്രശ്നം. അതുകൊണ്ട് പറയുന്നില്ല. പക്ഷെ കാര്യം ഇപ്പൊ പറഞ്ഞ എല്ലാവർക്കും മനസ്സിലായിട്ടോ. ഇതുപോലെയുള്ള പല തന്ത്രങ്ങള്, പല കാര്യങ്ങൾ. എത്ര കാര്യങ്ങളാണ് സാർ ഇപ്പൊ മന്ത്രി വന്നതിന് ശേഷം നമുക്ക് എത്ര കാര്യങ്ങൾ എടുത്ത് ഡിസ്കസ് ചെയ്യാനുള്ളതുണ്ട്. ഓരോന്ന് എടുത്ത് പറയുമ്പോൾ നമുക്ക് ന്യായീകരിക്കാൻ എന്തെങ്കിലും അല്ല. ഓരോന്ന് പറഞ്ഞാൽ ഇപ്പൊ ഏറ്റവും ആദ്യം തന്നെ ഗവർണറുടെ പഴയ ഗവർണറുടെ ഉപദേശകനായിട്ടുള്ള BJP കാരനായിട്ടുള്ള ഒരാളെ മറ്റേ അഡ്വക്കേറ്റിന്റെ ഇതായിട്ട് വെച്ചു, അഡ്വക്കേറ്റ് ഓഫീസറായിട്ട് വെച്ചു എന്ന് പറയുന്ന പ്രശ്നത്തിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. പിന്നെ KV പ്രദീപ് എന്ന് പറയുന്ന മറ്റേ ദേവസ്വത്തിന്റെ സ്പെഷ്യൽ കമ്മീഷണർ വെച്ചു, അതെന്ത് ചെയ്തു, അതിൽ നിന്ന് പിൻവാങ്ങേണ്ടി വന്നു. ഇങ്ങനെ പുള്ളി PM ശ്രീയിൽ നിന്ന് ഇപ്പൊ വേണോ വേണ്ടേ. PM ശ്രീയിൽ പുള്ളി കഴിഞ്ഞ ദിവസം പറഞ്ഞേക്കണെന്ന് വെച്ചാൽ കഴിഞ്ഞ അത് 8-9 ദിവസങ്ങളിൽ പുള്ളി പറഞ്ഞുകൊണ്ട് PM ശ്രീ നടപ്പാക്കാൻ നമ്മൾ നിർബന്ധിതരാണ്, കാശ് മേടിച്ചു പോയി, ഇനി ഒന്നും ചെയ്യാൻ പറ്റില്ലെന്നാണ്. ഇന്നലെ പുള്ളി നിയമസഭയിൽ പറയണേണ് PM ശ്രീ നടപ്പാക്കുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല, തുടരുമെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടില്ല. പിന്നെ ഈ മദ്യനയത്തിന്റെ കേസിൽ മാർച്ച് 6-ാം തീയതി പുള്ളി കഴിഞ്ഞ, അതായത് മുഖ്യമന്ത്രി ആകുന്നതിന് പ്രതിപക്ഷ നേതാവായിരിക്കും പുള്ളി പറയണത് ഇത് അഴിമതിയാണെന്നാണ്. ഇപ്പൊ പുള്ളിനോട് അതിനെക്കുറിച്ച് ചോദിക്കുമ്പോൾ മറുപടിയില്ല. അപ്പൊ ഇങ്ങനെ ഒരു കാര്യത്തിലും മറുപടിയില്ല. പിന്നെ പുള്ളിക്കൊരു വലിയ പ്രിവിലേജ് ഉണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ മാധ്യമങ്ങൾ പുള്ളിയോട് ഒന്നും ചോദിക്കുന്നില്ല. മാധ്യമങ്ങൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പുള്ളിയുടെ പത്രസമ്മേളനത്തിന് ചെന്നിരുന്നിട്ട് 2 ഭജനം ഇട്ടിട്ട് പോരുകയാണ്. നമ്മൾ പിണറായി വിജയനെയൊക്കെ മറ്റേ പറഞ്ഞ് ഭയങ്കരമായിട്ട് കളിയാക്കിയിരുന്നു, പുള്ളിക്കനെ കുറിച്ച് തിരുവാതിര കളിച്ചെന്നൊക്കെ പറഞ്ഞു. ഇത് ശരിക്കും പറഞ്ഞാൽ തിരുവാതിര മാത്രമല്ല, ഇത് സാഷ്ടാംഗ പ്രണാമവും കഴിഞ്ഞ് ശരിക്കും വന്നിട്ടുണ്ടെങ്കിൽ മറ്റേ കാല് കഴുകൽ ശുശ്രൂഷയും കൂടി കഴിഞ്ഞിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. കാലൊക്കെ കഴുകിയിട്ട് തുടച്ചൊക്കെ കൊടുത്തിട്ട് എന്നാണ് അത്. ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ കേരളത്തിലെ പ്രമുഖരായിട്ടുള്ള യൂട്യൂബേഴ്സും ചില മറ്റേ ചാനലുകളും ഒക്കെ തന്നെ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ അവർ വിളിക്കുന്നത് സതീശ മേനോൻ ഭജൻസ് മീഡിയ എന്നാണ്. കാരണം അവർ ചെല്ലുക സതീശിനെ കുറിച്ച് 2-3 പുകഴ്ത്തലുകൾ നടത്തുക, എന്നിട്ട് എന്ത് ചെയ്യും, പോരുക. അതുകൊണ്ടാണ് മറ്റേ നേരത്തെ പറഞ്ഞ റജി ചെറിയാന്റെ സങ്കടം പോലും കാണാത്തത്. ഒരു MLA അല്ലേ അയാളുടെ. ഞാൻ പറഞ്ഞ MLA എന്നുള്ള പോട്ടതേ നിയമസഭയിൽ അത്രം പേര് കേട്ട് നിൽക്കുന്ന ഒരു വാചകം പറയണേണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളൊക്കെ ഇനി പേടിക്കണമെന്ന് ഞാൻ പറഞ്ഞ. പുള്ളി വല്ല വഴി വെച്ചിട്ടുണ്ടെങ്കിലേ നിങ്ങളെ ഞാൻ മറ്റേ കൊട്ടാരം പണിത് തരും എന്നൊക്കെ പറഞ്ഞോളേ, പിന്നെ അങ്ങോട്ട് തിരിയുമ്പോൾ പറഞ്ഞാൽ മതിയില്ല. അപ്പൊ ഇവരെന്താണ് ഇവർ ഉദ്ദേശിക്കുന്നത് എന്നുള്ളത് ഒരേ മനുഷ്യനും മനസ്സിലാവൂല. അതാണ് അതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ട് ഈ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ വിഷമിക്കുന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇനിയിപ്പോൾ നിങ്ങൾ വീര്യം കുറഞ്ഞ മദ്യം വില കുറച്ച് കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, വീര്യം കൂടിയത് മേടിച്ച് ഇത് മറ്റേ
മദ്യപാന ആരോഗ്യത്തിന് ഹാനികരമാണ്. അതുകൊണ്ട് ഇത് നിങ്ങൾ തമാശയായിട്ട് എടുത്താൽ മതി, സീരിയസ് ആയിട്ട് എടുക്കരുത്. മദ്യ ആരോഗ്യത്തിന് ഹാനികരമാണ്. പക്ഷേ എങ്കിലും ഞാൻ പറയുന്നത് ഈ വിഷമം തീർക്കാൻ അടിക്കുന്നതല്ലായിരിക്കും.